ഇത് 2018 മോഡൽ സ്വിഫ്റ്റ് VX എന്ന് പറഞ്ഞ വേരിയന്റാണ്. ഇത് 2021 മോഡൽ ബ്രസ ZX എന്ന് പറഞ്ഞ വേരിയന്റാണ്. ഇത് 2021 മോഡൽ ടൈഗൺ ഹൈലൈൻ എന്ന് പറയുന്ന ഓപ്ഷനാണ് വരുന്നത്. ഇത് 2018 മോഡൽ ഡിസൈർ VX ഓട്ടോമാറ്റിക് ആണ്. ഇത് 2020 മോഡൽ ഇഗ്നൈറ്റ് സീറ്റ് എന്ന് പറഞ്ഞ വേരിയന്റാണ് വരുന്നത്. 2018 മോഡൽ 19 രജിസ്ട്രേഷൻ സിലറി VX എന്ന് പറഞ്ഞ വേരിയന്റാണ്. 2020 മോഡൽ ഓൾട്ടോ 800 VX എന്ന് പറഞ്ഞ വേരിയന്റാണ് വരുന്നത്. 2018 മോഡൽ സാൻഡ്രോ ഓട്ടോമാറ്റിക് ആണ്. സാൻഡ്രോ സ്പോർട്സ് ഓട്ടോമാറ്റിക് ആണ്. 2018 മോഡൽ ഡിസൈർ VX എന്ന് പറഞ്ഞ വേരിയന്റാണ്. ഇത് 2022 മോഡൽ സ്വിഫ്റ്റ് VX എന്ന് പറഞ്ഞ വേരിയന്റ്. 2008 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് NS LX വേരിയന്റാണ് വരുന്നത്. ഇത് 2022 മോഡൽ വാഗണർ ZX എന്ന വേരിയന്റ്. മഴയത്തും വെയിലത്തും മായാത്ത ഭംഗി, അതാണ് ആൽവിന്റെ ട്രൂ വാല്യൂ ഷോറൂം അല്ലേ. കാരണം ഏത് കാലാവസ്ഥയിൽ ഏത് മാസം വന്നാലും നമ്മുടെ നല്ല വണ്ടികൾ, ക്വാളിറ്റി വണ്ടികൾ ഉണ്ടാവും. ഒരു 20ഓളം വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട്. അതും പല കമ്പനികളിലെ എല്ലാ ബ്രാൻഡും. ട്രൂ വാല്യൂ ഷോറൂം ആകുമ്പോൾ ആളുകൾ വിചാരിക്കും മാരുതി വാഹനങ്ങൾ ഉള്ളത്, പക്ഷെ അല്ല, അതർ ബ്രാൻഡ് വാഹനങ്ങൾ നില സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ നമുക്ക് ഈ മാസത്തെ സ്റ്റോക്ക് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം. അതിന് മുന്നേ നമുക്ക് ഇതിന് വാറന്റി കാര്യങ്ങളൊക്കെ കിട്ടില്ലേ? അതർ ബ്രാൻഡ് വാഹനങ്ങൾക്ക് വാറന്റി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പേടിക്കാതെ വാഹനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം, മാക്സിമം ലോൺ സൗകര്യം 90% ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ചില നല്ല പ്രൊഫൈൽ കസ്റ്റമേഴ്സിന് 0 ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കി കൊടുക്കാൻ പറ്റും. വാഹനങ്ങൾ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള പഴയ മോഡൽ വാഹനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കിപ്പോ ഒരു വണ്ടി വേണം, ഷോറൂമിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ലൊക്കേഷൻ അവിടെ വരുന്നത് നമ്മുടെ ഷോറൂമിന് തൃശ്ശൂർ ജില്ലയിൽ തൃപ്രയാറാണ്. തൃപ്രയാർ പോളി ജംഗ്ഷൻ എന്ന് പറയും. നമ്മുടെ മിനി സിവിൽ സ്റ്റേഷന്റെ തൊട്ട് ചേർന്ന് തന്നെയാണ് ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ അവിടെ തന്നെ കൂടെ ചേർന്ന് തന്നെ സർവീസ് സെന്ററും ഉണ്ട്. മാരുതി സർവീസ് സെന്റർ ഉണ്ട്. അപ്പൊ എന്തായാലും വരാൻ പറ്റുന്നവര് ഷോറൂമിലേക്ക് വരിക. നമ്മുടെ ഗൂഗിളിലൊക്കെ ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഇവിടെ വരാൻ പറ്റും. അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവരുടെ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുക അല്ലേ. അപ്പൊ എന്താ നമുക്ക് വാഹനങ്ങളുടെ സ്റ്റോക്ക് പരിചയപ്പെടാം. ഇത് മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് 4 സിലിണ്ടർ വാഹനല്ലേ. ഡീറ്റെയിൽസ് ഇത് 2018 മോഡൽ സ്വിഫ്റ്റ് VX എന്ന് പറഞ്ഞ വേരിയന്റാണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്. വെറും 77,000 കിലോമീറ്റർ വണ്ടി ഓടിച്ചുള്ളത്. പെട്രോൾ മാനുവലാണ്. അവൈലബിൾ ആണ്. ഈ VX-ൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഫീച്ചേഴ്സ് സേഫ്റ്റി ഫീച്ചർ ആയിട്ട് വരുന്നത് നമുക്ക് ഡ്യുവൽ എയർ ബാഗ്, ABS, EBD, ബ്രേക്ക് അസിസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ഇലക്ട്രിക് അഡ്ജസ്റ്റിംഗ് മിറേഴ്സ് വരും. പിന്നെ മിററും തന്നെ ഇൻഡിക്കേറ്റേഴ്സ് വരും. സ്ട്രീറ്റ് ലൈറ്റ് അഡ്ജസ്റ്റർ വരുന്നുണ്ട്. ബ്ലൂടൂത്ത് സ്റ്റീരിയോ, ഇന്റഗ്രേറ്റഡ് സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ്, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും VX-ൽ വരുന്നുണ്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? നമ്മൾ ഇതിന് 5,30,000 നമ്മൾ ചോദിക്കുന്നത്. കൂടാതെ ഇനി നമ്മൾ 1 ഇയർ വാറണ്ടി കൊടുക്കും. 1 വർഷത്തെ വാറണ്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാം. സർട്ടിഫൈഡ് വാഹനമാണ്. പിന്നെ ടയറും ഞങ്ങളൊക്കെ അഡീഷണൽ ടയേഴ്സ് ആണ്. വേറെ അഡീഷണൽ എടുക്കുന്ന കസ്റ്റമർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങളൊരു SUV സെഗ്മെന്റ് വാഹനം നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വാഹനമാണ് ഈ ഒരു മാസം സ്റ്റോക്ക് കയറിയിട്ടുള്ളത്. മാരുതിയുടെ ബ്രസ. ഡീറ്റെയിൽസ് ഇത് 2021 മോഡൽ ബ്രസ ZX എന്ന് പറഞ്ഞ വേരിയന്റാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. വെറും 46,000 കിലോമീറ്റർ ഓടിച്ചുള്ളൂ. 46,000 കിലോമീറ്റർ ആണ്. ജെനുവിൻ അല്ലേ? അതുകൊണ്ട് സർട്ടിഫൈഡ് വണ്ടിയാണ്. ഇതിന് 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസ് വരുന്നത്. അത് ഓൾ ഇന്ത്യ മാരുതി സർവീസ് സെന്റർ. അത് ട്രൂ വാല്യൂ സർട്ടിഫൈഡ് വാഹനമായതുകൊണ്ടാണ് ഓൾ ഇന്ത്യ നമുക്ക് ഇതിന്റെ വാറണ്ടി സർവീസ് ഒക്കെ കിട്ടുന്നത്. ZX ഫുൾ ഓപ്ഷൻ ആണോ? ZX ഫുൾ ഓപ്ഷൻ തന്നെ. ഇതിന് മുകളിൽ ഒരു വേരിയന്റ് ZX പ്ലസ് ആണ്. അതിൽ ചെറിയൊരു വ്യത്യാസങ്ങളേ ഉള്ളൂ. ബാക്കി എല്ലാ ഫീച്ചേഴ്സും, കൺട്രോളും ഹെഡ്ലൈറ്റും എല്ലാ ഫംഗ്ഷനും എല്ലാം വരുന്നുണ്ട്. വേറെ മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ചോദിക്കുന്ന പ്രൈസോ? നമ്മൾ 8,60,000 ചോദിക്കുന്ന പ്രൈസ് ആസ്കിംഗ് പ്രൈസ് ആണ്. കച്ചവടം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചെറിയൊരു മാറ്റം കാര്യങ്ങളൊക്കെ പ്രൈസിൽ ഉണ്ടാവും. ചെറിയ രീതിയിൽ. കാരണം നമ്മുടെ എപ്പോഴും കമ്പനി റേറ്റ് ഫിക്സ്ഡ് ആണ്. കാരണം റീഫർബിഷ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ വണ്ടി കൊടുക്കുന്നത് നമ്മൾ സാധാരണ രീതിയിൽ എടുക്കുന്ന അതേപോലെ തന്നെ കൊടുക്കുകയല്ല. കണ്ടീഷനിലാണ് കൊടുക്കുന്നത്. വർക്ക് വേജ് കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കോസ്റ്റ് വരുന്നുണ്ട്. നമ്മുടെ റേറ്റ് 90% ഫിക്സ്ഡ് തന്നെയാണ് വരുന്നത്. അതായത് കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് എടുത്താൽ അതേപോലെ തന്നെ വണ്ടി കൊടുക്കുകയല്ല. അത്യാവശ്യം എല്ലാ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തീർത്ത് വിത്ത് വാറന്റി സർവീസോട് കൂടി കൊടുക്കുമ്പോൾ അതിന്റെ മാറ്റമാണ് നമ്മൾ ട്രൂ വാല്യൂ ഷോറൂമുകളുടെ വിലയിൽ മാറ്റം വരുന്നത്. എടുക്കുന്ന കസ്റ്റമറിന് പേടിക്കാതെ ധൈര്യമായിട്ട് വണ്ടി എടുക്കാം. അപ്പോൾ ലോൺ ചെയ്യാൻ പറ്റില്ലേ? ചെയ്യാൻ പറ്റും. നമുക്ക് 90% വരെ ലോൺ ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ ഒരു ഷോറൂമിൽ എല്ലാത്തരം കാറ്റഗറിയിലുള്ള വാഹനങ്ങളുണ്ട്. പല കമ്പനികളുടെ വാഹനങ്ങളുണ്ട്. പ്രീമിയം കാറ്റഗറിയിലും അതുപോലെ തന്നെ ലോ ബഡ്ജറ്റ് വാഹനങ്ങളൊക്കെ ഉണ്ടല്ലേ. ഇത്തവണ നമ്മൾ വന്നിട്ടുള്ളത് പ്രീമിയം കാറ്റഗറി വാഹനം ഫോക്സ്വാഗന്റെ ടൈഗൺ. ഡീറ്റെയിൽസ് ഇത് 2021 മോഡൽ ടൈഗൺ ഹൈലൈൻ എന്ന് പറയുന്ന ഓപ്ഷനാണ് വരുന്നത്. ഫുൾ ഓപ്ഷൻ ആണ്. ഇതിന് സിംഗിൾ ഓണർഷിപ്പ് ആണ്. വെറും 41,000 കിലോമീറ്റർ വണ്ടി ഓടിച്ചുള്ളൂ. പെട്രോൾ മാനുവൽ ആണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വാറണ്ടി നമ്മൾ 1 ഇയർ വാറണ്ടി ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ചെക്കിങ് കാര്യങ്ങളൊക്കെ ഇവരുടേതായിട്ടുള്ള രീതിയിൽ കഴിഞ്ഞതിന്റെ പാസ്സായതിന്റെ ശേഷമാണ് നമ്മൾ വാറണ്ടി കൊടുക്കുന്നത് അല്ലേ. ഓക്കെ, ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് പുതിയ വണ്ടിക്ക് ഏകദേശം 17 ലക്ഷം രൂപ വില വരുന്നുണ്ട്. നമ്മളിതിന് 9,40,000 രൂപയാണ് നമ്മൾ സെല്ലിംഗ് പ്രൈസ് ഇട്ടിരുന്നത്. നമ്മൾ ഈ മാസം ഒരു നല്ലൊരു ഓഫർ ഇട്ട് കൊടുക്കാൻ വേണ്ടി. എത്ര ഓഫർ നമുക്ക് കൊടുക്കാൻ? നമ്മളൊരു 8,85,000 രൂപ റെഡി കൊടുക്കും വണ്ടി. വേറെ ഇതിന് നെഗോഷിയേഷൻ ഇല്ല. ഇനി വേറെ ഡിസ്കൗണ്ട് കാര്യമില്ല. 8,85,000 രൂപയ്ക്ക് നമ്മൾ വണ്ടി കൊടുക്കും. അതായത് 65,000 രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട്. ഈ മാസം എടുക്കുകയാണെങ്കിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓഫറാണ് വന്നിട്ടുള്ളത്. നമ്മൾ സാധാരണ അങ്ങനെ ഓഫർ കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല. ഇത്തവണ ജൂൺ പ്രമാണിച്ചിട്ട് വാഹനങ്ങൾ എടുക്കാൻ നിൽക്കുന്നവർക്കാണെങ്കിൽ നല്ലൊരു ഓഫർ നമ്മൾ ഈ ഒരു മാസം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്.
പിന്നെ എടുത്ത് പറയേണ്ടത് ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യാൻ പറ്റും. നമുക്കൊരു 90% വരെ ലോൺ ചെയ്യാൻ പറ്റും. 90% വരെ ലോൺ ചെയ്യാൻ പറ്റും. വാഹനങ്ങൾ നിങ്ങളുടെ കയ്യിൽ പഴയ വാഹനങ്ങളൊക്കെ മാറ്റിയെടുക്കാനുള്ള സൗകര്യം കൂടി ഉണ്ട്. അപ്പോൾ പരമാവധി ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക. സെഡാൻ സെഗ്മെന്റിൽ ഒരു വാഹനമാണ് നോക്കുന്നെങ്കിൽ നമ്മുടെ ഏതാ സ്റ്റോക്കിൽ? ഡിസയർ ഓട്ടോമാറ്റിക് ആണ്. ഡിസയർ ഓട്ടോമാറ്റിക് നല്ലൊരു കളറിൽ അവൈലബിൾ ആണ്. ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2018 മോഡൽ ഡിസയർ VXi ഓട്ടോമാറ്റിക് ആണ്. ഇതിന് സിംഗിൾ ഓണർഷിപ്പ് ആണ്. 45,000 കിലോമീറ്റർ വണ്ടി ഓടിച്ചോളൂ. ലോ കിലോമീറ്റർ സ്ട്രിങ്ങുകളൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, ഏതാ വേരിയന്റ്? VXi ഓട്ടോമാറ്റിക് ആണ്. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? നമുക്ക് 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, അഡ്ജസ്റ്റിംഗ് മിറർ, അതുപോലെ ഡ്രൈവർ സീറ്റ് അഡ്ജസ്റ്റർ, ബ്ലൂടൂത്ത് സ്റ്റീരിയോ വരും, ഇന്റഗ്രേറ്റഡ് സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ് വരും, റിയർ AC വെന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ്. ടയറുകളെ കണ്ടീഷൻ അല്ലേ? വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല. നമ്മളിതിന് 1 year വാറണ്ടി കൊടുക്കുന്നു. 1 year വാറണ്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വാറണ്ടിയോട് കൂടി തന്നെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ വാഹനമാണ്. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 5,90,000 നമ്മൾ ചോദിക്കുന്നത്. ചോദിക്കുന്ന പ്രൈസ്. ലോൺ ചെയ്യുമ്പോൾ നമുക്കൊരു 90% വരെ ലോൺ ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു ചെറിയ ഡൗൺ പേയ്മെന്റ് കൊടുത്ത വണ്ടി നമുക്ക് ചെറിയ EMI സ്വന്തമാക്കാനും പറ്റൂല. കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ല. ആ പറഞ്ഞ പഴഞ്ചലിനോട് നീതി പുലർത്തുന്ന ഒരു കാര്യമായിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം ഇഗ്നീസ് കമ്പനി നിർത്തി. ഡിമാൻഡ് എന്തായി? കൂടി. ഇപ്പൊ അത് കിട്ടാനില്ലാതാകുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ വാഹനങ്ങളെ ഡിമാൻഡ് കൂടുന്നത്. അപ്പോൾ നല്ലൊരു ഇഗ്നീസ് നോക്കുന്നവർക്ക് നമ്മുടെ ഈ മാസം സ്റ്റോക്ക് ഉണ്ട്. ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് 2020 മോഡൽ ഇഗ്നൈസ് സീറ്റ് ആണ് വരുന്നത്. അത് ആൽഫയുടെ തൊട്ട് മോഡൽ കണ്ടെങ്കിൽ ഫുൾ ഓപ്ഷൻ തന്നെ. പുഷ് സ്റ്റാർട്ട് ബട്ടൺ, ഇൻഫോർടൈൻമെന്റ് എല്ലാം വരുന്നുണ്ട്. ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. 71,000 കിലോമീറ്റർ വണ്ടി ഓടിച്ചോളൂ. പെട്രോൾ മാനുവൽ. ഓക്കെ, സർട്ടിഫൈഡ് വണ്ടിയാണ്. നമ്മൾ ഇതിന് 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസ് ഉണ്ട്. അത് പുതിയ വാഹനങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് വാറണ്ടി കിട്ടില്ല. അതേപോലെ തന്നെ എല്ലാ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾക്ക് എല്ലാം തന്നെ വാറണ്ടി ഉണ്ട്, പ്ലസ് 3 ഫ്രീ സർവീസ്. അതും ഇവിടെ വരണമെന്നില്ല. ഓൾ ഇന്ത്യ ഏത് ഷോറൂമിലും മാറി നമുക്ക് പോവുകയും ചെയ്യാം അല്ലേ? ഇഗ്നീസ് ഒക്കെ പുതിയ എടുക്കാൻ വേണ്ടി നിന്ന ആളുകൾക്കൊക്കെ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ചോദിക്കുന്ന പ്രൈസ് എത്ര? 5,40,000 നമ്മൾ ചോദിക്കുന്ന പ്രൈസ്. നമുക്കൊരു 10-50,000 ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും. നമ്മളൊരു യൂസ്ഡ് കാർ നോക്കുകയാണ്, അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജ് വേണം, സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഒതുങ്ങുന്ന ഒരു ചെറുവാഹനാണ് നോക്കുന്നെങ്കിൽ മാരുതി സെലേറിയോ. ഇതിന്റെ ഡീറ്റെയിൽസ് ആണ്. ഇത് 2018 മോഡൽ 19 രജിസ്ട്രേഷൻ സിലേറി VXi എന്ന് പറഞ്ഞ വരുന്നത്. മാനുവൽ ആണ് വരുന്നത്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 60,000 കിലോമീറ്റർ വണ്ടി ഓടിച്ചുള്ളൂ. 60,000 കിലോമീറ്റർ. VXiയിൽ നമുക്ക് 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ കസ്റ്റമർ അഡീഷണൽ സെൻട്രൽ ലോക്ക്, സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. ടയറുകളെ കണ്ടീഷൻ ടയേഴ്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. കണ്ടീഷൻ വണ്ടിയാണ്. ചോദിക്കുന്ന പ്രൈസ് എത്ര? നമ്മൾ ഇതിന് 3,80,000 ആണ് ചോദിക്കുന്ന പ്രൈസ്. നമുക്ക് ലോൺ ചെയ്യുമ്പോൾ നമുക്ക് ഒരു 90% ലോൺ ചെയ്ത് മാക്സിമം ലോൺ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും. സാധാരണക്കാരായ ഇന്ത്യക്കാരുടെ വാഹനം എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിച്ചിട്ടുള്ള ഒരു വാഹനമാണ് മാരുതി ഓൾട്ടോ 800. അപ്പോൾ നിങ്ങളൊരു ചെറുവാഹനം നോക്കുന്നവരാണെങ്കിൽ, ഈ ഒരു ഫേസിൽ വരുന്ന ഓൾട്ടോ നോക്കുന്നവരാണെങ്കിൽ നല്ലൊരു വാഹനം സ്റ്റോക്ക് ഉണ്ട്. ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് 2020 മോഡൽ ഓൾട്ടോ 800 VXi എന്ന് പറഞ്ഞ വേരിയന്റാണ് വരുന്നത്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്. വെറും 34,000 കിലോമീറ്റർ വണ്ടി ഓടിക്കണം. ഇത് സർട്ടിഫൈഡ് വണ്ടിയാണ്. ഇത് നമ്മൾ 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസ് കൊടുക്കും. ഒരു പുതിയ വാഹനം എടുക്കുമ്പോൾ നമുക്ക് പരിപൂർണ്ണ വിശ്വാസം കിട്ടില്ലേ? അതേപോലെ തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. സർട്ടിഫൈഡ് വാഹനമാണ്. ഓൾ ഇന്ത്യ നമുക്ക് ഈ പറഞ്ഞ വാറണ്ടി സർവീസും കിട്ടുകയും ചെയ്യും. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 3,50,000 ചോദിക്കുന്നത്. ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റിൽ ബാക്കി നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യാൻ പറ്റും. ഒരു 7,500 ആ റേഞ്ചിൽ നമുക്ക് മാസം EMI വരൂലേ? അപ്പൊ ആ ഒരു ചെറിയൊരു EMI കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. വാഹനം സ്വന്തമാക്കാൻ പറ്റും. മാരുതിയുടെ ഓൾട്ടോ 800 ആണ് ഏറ്റവും കൂടുതൽ സാധാരണക്കാരെ തിരയുന്ന വാഹനം. മെയിൻ്റെനൻസ് കുറവാണ്, നല്ല മൈലേജ് കിട്ടും, അത്യാവശ്യം കൊടുക്കുമ്പോൾ നല്ല വില കിട്ടും. എല്ലാം ചെറിയ വണ്ടിയാണ്. ഏത് ഇടുങ്ങിയ വഴി കൂടി കൊണ്ടുപോകാൻ പറ്റും. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് 2019 മോഡൽ ഓൾട്ടോ 800 LXi എന്ന പേരിലാണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്. 42,000 കിലോമീറ്റർ വണ്ടി ഓടിച്ചുള്ളൂ. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഹിസ്റ്ററികളൊക്കെ അവൈലബിൾ ആണ്. ഇത് ഓൾട്ടോ നിർത്തുമ്പോൾ ലാസ്റ്റ് ഫേസിൽ വരുന്ന ഒരു വാഹനമാണ്. അത്യാവശ്യം ഫീച്ചേഴ്സ് കൂടുതലുണ്ട്. സേഫ്റ്റി ഫീച്ചേഴ്സിൽ ഇതിൽ എന്തൊക്കെയാണ് വരുന്നത്? ഇതില് ഡ്രൈവർ സൈഡ് എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്, റിവേഴ്സ് പാർക്ക് സെൻസർ വരുന്നുണ്ട്, പിന്നെ 2 ഡോർ പവർ വിൻഡോ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ നല്ല ലെതറിന്റെ സീറ്റ് കവേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വണ്ടിയാണ്. ഒരു സ്ക്രാച്ചോ തട്ടമുട്ടോ റീപ്ലേസോ ഒന്നുമില്ല അല്ലെ? മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ഇതിന് നമുക്ക് വാറന്റി കൊടുക്കാൻ പറ്റും. 1 വർഷം വാറന്റി കൊടുക്കുന്നുണ്ട്. 1 വർഷം വാറന്റി ഉണ്ട്. പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാൻ പറ്റുന്ന ഓൾട്ടോ കാറാണ്. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ചോദിക്കുന്ന പ്രൈസ് എത്ര? 3,15,000 നമ്മൾ ചോദിക്കുന്നത്. ചോദിക്കുന്ന പ്രൈസ്. ഡൗൺ പേയ്മെന്റ് 50,000 വണ്ടി ഇറക്കാൻ പറ്റും. ചെറിയ EMI മാസം വരുള്ളൂ. അപ്പൊ നമുക്ക് ഒരു ബൈക്ക് കൊണ്ടുപോകുന്ന പോലെ തന്നെ കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു വാഹനം. ഒരു ഓൾട്ടോ കാറിന്റെ വിലയ്ക്ക് ഒരു ഓട്ടോമാറ്റിക് കാറാണ് പരിചയപ്പെടുത്തിയിരുന്നത്. അതും ഹുണ്ടായിയുടെ സാൻഡ്രോ. ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് 2018 മോഡൽ സാൻഡ്രോ ഓട്ടോമാറ്റിക് ആണ്. സാൻഡ്രോ സ്പോർട്സ് ഓട്ടോമാറ്റിക് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 80,000 കിലോമീറ്റർ വണ്ടി ഓടിച്ചുള്ളത്. 80,000 കിലോമീറ്റർ. സ്പോർട്സ് എന്ന് പറയുന്ന വേരിയന്റ്. സ്പോർട്സ് ഫുൾ ഓപ്ഷൻ തൊട്ട് താഴത്തെ വേരിയന്റ്. അത്യാവശ്യം ഫീച്ചേഴ്സും വരുന്നുണ്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. സർട്ടിഫൈഡ് ആണ്. നമ്മൾ ഇതിന് 1 ഇയർ വാറണ്ടി കൊടുക്കുന്നത്. 1 വർഷം വാറണ്ടി ഉണ്ട്. ഇത് മാരുതി വാഹനമല്ല, അതർ ബ്രാൻഡ് വാഹനമാണ്. എന്നിട്ട് പോലും നമ്മൾ 1 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ അത്രയും ക്വാളിറ്റി വാഹനമായതുകൊണ്ട് മാത്രമാണ്. ചോദിക്കുന്ന പ്രൈസ് നമ്മൾ 4,40,000 ചോദിക്കണല്ലോ. 4,40,000. ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കേണ്ടി വരും?
നമുക്കൊരു 40,000 അടച്ചാൽ മതി. 4 ലക്ഷം രൂപ ലോൺ ചെയ്തു. 4 ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ജൂൺ മാസം മഴവിലാണ് നമ്മുടെ തൃപ്രയർ പോപ്പുലർ ട്രൂ വാല്യൂ ഷോറൂമിൽ പല കളറിലാണ് ഇത്തവണ നമ്മൾ സ്റ്റോക്ക് ഇറക്കിയിട്ടില്ലേ? ഇത് ഏതാ കളറ്? ഇത് ഡിസൈർ ആണ് വണ്ടി. ഇത് നമ്മൾ ഷെർവുഡ് ബ്രൗൺ എന്ന് പറഞ്ഞൊരു കളറാണ്. ഈ ഡിസൈറിന് മാത്രമേ വന്നിട്ടുള്ളൂ. സ്പെഷ്യൽ എഡിഷൻ. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2018 മോഡൽ ഡിസൈർ VX എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്. വെറും 33,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനം. പെട്രോൾ മാനുവൽ. സ്ട്രിങ്ങളൊക്കെ അവൈലബിൾ ആണ്. എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. A to Z കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ട് ഇവരുടെ നമ്പറിൽ വിളിച്ചാലും മതി. ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എടുത്ത് പറയാനുള്ളത്? ഇതിൽ നമുക്ക് റിമോട്ട് സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റിംഗ് മിറേഴ്സ് വരുന്നുണ്ട്, മിറർ ടൈം ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്, പിന്നെ സ്റ്റിയറിംഗ് മോട്ടർ ഓഡിയോ കൺട്രോൾസ് വരുന്നുണ്ട്, ബ്ലൂടൂത്ത് സ്റ്റീരിയോ വരും, ഡ്രൈവർ സീറ്റ് ആയിട്ട് വെച്ചിട്ട് വരുന്നുണ്ട്, റിയർ AC വെന്റ് വരുന്നുണ്ട്, പിന്നെ സേഫ്റ്റി ഫീച്ചർ ആയിട്ട് ഡ്യുവൽ എയർ ബാഗ്, ABS, EBD, ബ്രേക്ക് അസിസ്റ്റ് വരുന്നുണ്ട്. എല്ലാം വരുന്നത് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഒരു വാഹനം തന്നെയാണ്. നീറ്റ് ആൻഡ് ക്ലീൻ പീസ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. ഷോറൂം കണ്ടീഷൻ വാഹനമാണ്. അതേപോലെ തന്നെയാണ് ഈ ഒരു വാഹനം ഇപ്പൊ ഷോറൂമിൽ കിടക്കുന്നത് അല്ലേ? ചോദിക്കുന്ന പ്രൈസ് 5,60,000 നമ്മൾ ചോദിക്കുന്ന പ്രൈസ്. നമുക്ക് വാറന്റി കൊടുക്കാൻ പറ്റും. 1 ഇയർ വാറന്റി കൊടുക്കുന്നു. 1 വർഷം വാറന്റി ഉണ്ട്. പിന്നെ എന്താ വേണ്ടത്? എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. 1 ഇയർ വാറന്റി ഉണ്ട്. മാക്സിമം നമുക്ക് ലോൺ ചെയ്യാനും പറ്റൂലേ? മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് 3rd ജനറേഷൻ വാഹനത്തിനാണ് ഡിമാൻഡ്. അതിന്റെ കാരണം എന്താ? 4 സിലിണ്ടർ വണ്ടിയാണ്. 4 സിലിണ്ടർ ആണ്. ഇപ്പൊ ഇറങ്ങുന്നൊക്കെ 3 സിലിണ്ടർ ആയിരിക്കും അല്ലേ? ഇനി ഇറങ്ങാൻ പോകുന്ന വണ്ടികളും 3 സിലിണ്ടർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിമാൻഡ് മാർക്കറ്റിൽ ഇപ്പൊ ഈ ഒരു 4 സിലിണ്ടർ വാഹനത്തിനാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് 2022 മോഡല് സ്വിഫ്റ്റ് VX എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 60,000 കിലോമീറ്റർ വണ്ടി ഓടിച്ചുള്ളത്. 60,000 പെട്രോൾ മാനുവൽ ആണ്. ഓക്കെ, വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. സർട്ടിഫൈഡ് ആണ്. ഇതിന് നമ്മൾ 1 ഇയർ വാറന്റി, 3 ഫ്രീ സർവീസ് കൊടുക്കും. 3 ഫ്രീ സർവീസും കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ബോണറ്റിൽ ഒരു സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇത് നമ്മളിപ്പോ ജസ്റ്റ് വണ്ടി എടുത്തിട്ടുള്ളൂ. നമ്മൾ കഴിഞ്ഞ ദിവസം വണ്ടി പർച്ചേസ് ചെയ്തിട്ടുള്ളൂ. നമ്മളിപ്പോ ഈ ഒരു കണ്ടീഷനിലാണ് വണ്ടി കൊടുക്കും. നമ്മൾ പറഞ്ഞത് നേരത്തെ പറഞ്ഞു നമ്മൾ റേറ്റ് ഫിക്സ് ആണുള്ള കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വണ്ടി കൊടുക്കുള്ളൂ. മെക്കാനിക് വർക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ആക്കി ഓയിൽ ഫിൽറ്റേഴ്സ് പർപ്പിളൊക്കെ മാറി മേജറായ സ്ക്രാച്ച് ചെയ്ത് ഒക്കെ പെയിന്റ് ചെയ്ത് വാഷിംഗ് പോളിഷിംഗ് ജനറൽ ചെക്കപ്പ് ഒക്കെ ചെയ്തിട്ടാണ് കാർ പോലെ നമ്മൾ. അതെ, ഇപ്പൊ നിങ്ങൾക്കൊരു വണ്ടി കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഈ ഒരു കണ്ടീഷനിലാണ് നിങ്ങൾ വണ്ടി കൊടുക്കുന്നെങ്കിൽ ഇവരെല്ലാം വണ്ടി അങ്ങനെ പർച്ചേസ് ചെയ്യില്ല ഡയറക്റ്റ് ആയിട്ട് അല്ലേ? അത് നമുക്ക് കിലോമീറ്റർ കുറവായിരിക്കണം. അതുപോലെ തന്നെ ഇവരുടെ കുറച്ച് ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പാസ്സാകുമ്പോഴാണ് വണ്ടി ഇവർ പർച്ചേസ് ചെയ്യുക. അതിപ്പോ ഇതുപോലത്തെ കണ്ടീഷനിലാണ് കൊടുക്കുന്നെങ്കിൽ എല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് കസ്റ്റമറിന്റെ കയ്യിൽ കൊടുക്കുന്നത്. വിത്ത് വാറന്റിയും കൊടുക്കുന്നത്. മറ്റുള്ള ഷോറൂമുകളെ അപേക്ഷിച്ചിട്ട് ട്രൂ വാല്യൂ ഷോറൂമുകളിൽ വിലയിൽ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ എടുക്കുന്ന കസ്റ്റമറിന് എന്താ ഒരു പേടിയും വേണ്ട, ഒരു പണി നമുക്ക് ചെയ്യേണ്ടി വരുന്നില്ല അല്ലെ? അപ്പൊ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 6,35,000 നമ്മൾ ചോദിക്കുന്ന പ്രൈസ്. നമുക്ക് ഡൗൺ പേയ്മെന്റ് ഇതൊരു 50,000 വണ്ടി ഇറക്കാൻ പറ്റും. ബാക്കി നമുക്ക് ലോണും ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ മാക്സിമം ലോൺ ചെയ്യാന്ന് പറഞ്ഞു. ഇനി അറിയേണ്ടത് വാറന്റി ഉണ്ട്. 1 ഇയർ വാറന്റി, 3 ഫ്രീ സർവീസ്. 3 ഫ്രീ സർവീസ് ഉണ്ട്. ഈ വാറന്റി കിട്ടുന്ന കണ്ടീഷൻസ് ഉണ്ട്. കമ്പനി സർവീസ് ആയിരിക്കണം, ജനുവൻ കിലോമീറ്റർ ആയിരിക്കണം, ഓണർഷിപ്പ് 2 മുകളിൽ കൂടാൻ പാടില്ല, മേജർ ആക്സിഡന്റ്, ഫ്ലഡ്, കിലോമീറ്റർ സൈക്കിൾ, അതുപോലെ LPG CNG കിറ്റ് കയറ്റാൻ പാടില്ല, റീരജിസ്ട്രേഷൻ ആവാൻ പാടില്ല, പിന്നെ ചെറിയ ക്ലെയിം ആയിട്ട് 1 ലക്ഷം രൂപയുടെ ക്ലെയിം ഉണ്ടാവാൻ പാടില്ല. പിന്നെ നിലവിലെ വർഷത്തിന് പുറകിലോട്ട് 4 വർഷം വരെ പഴക്കമുള്ള വണ്ടിക്ക് 1 ഇയർ വാറന്റി. അതുപോലെ നിലവിലെ വർഷത്തിന് പുറകിലോട്ട് 7 വർഷം വരെ പഴക്കമുള്ള വണ്ടിക്ക് 6 മാസം വാറന്റി. അങ്ങനെയാണ് മാരുതി വാറന്റി കാറ്റഗറൈസ് ചെയ്ത് നമുക്ക് വണ്ടി വാറന്റി ഇഷ്യൂ തരുന്നത്. അതൊക്കെ ഇങ്ങനെ കുറെ പാരാമീറ്റേഴ്സ് ഇതൊക്കെ മീറ്റ് ചെയ്തിട്ട് നമുക്ക് മാരുതി സർട്ടിഫിക്കറ്റ് ഓരോ വണ്ടിക്കും കിട്ടും. വണ്ടി കൊടുക്കുന്നത് നിങ്ങൾക്കിപ്പോ ഈ പറയുന്ന പ്രൈസിൽ കുറവിൽ നമുക്ക് പാർട്ടിയുടെ കയ്യിൽ നിന്ന് വണ്ടി കിട്ടും. അതുപോലെ തന്നെ മറ്റുള്ള ഷോറൂമുകളിൽ നിന്നൊക്കെ വണ്ടി കിട്ടുമായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ വാറന്റി കിട്ടില്ല. ഈ പറഞ്ഞ ചെക്ക് പോയിന്റ് കാണുന്ന പാസ്സായിട്ട് ഉണ്ടാവില്ല. അതാണ് നമുക്ക് ഇവിടുന്ന് എടുക്കുമ്പോഴുള്ള ഗുണം അല്ലേ? അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ നോക്കി നടക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വാഹനം പരിചയപ്പെടുത്തി തരാം. മാരുതിയുടെ സെന്നസ്റ്റിലോ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് 2008 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് സെന്നസ്റ്റിലോ LXI വേരിയന്റാണ് വരുന്നത്. നിലവിൽ 82,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? 28 വരെ പേപ്പർ. 2028 വരെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു വാഹനങ്ങൾ ഓടിച്ച് പഠിക്കാനൊക്കെ ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ നോക്കുന്നവരാണെങ്കിൽ എടുക്കുക. നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ കൊടുക്കുക. കാരണം പേപ്പർ ക്ലിയർ ആയിട്ടുള്ള വാഹനമാണ്. മാരുതി വാഹനമാണ്. ഇതിന്റെ ഒരു ക്വാളിറ്റി വെച്ചാൽ ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്. ഇത്രയും വർഷമായിട്ട് നമ്മൾ ഓണർഷിപ്പ് പോലും കൈമാറിയിട്ടില്ല. അപ്പൊ അതിന്റെ ക്വാളിറ്റി വണ്ടി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വണ്ടി കണ്ടീഷൻ അല്ലെങ്കിൽ ഇവിടെ എന്തായാലും ഷോറൂമിൽ കയറ്റി സെയിൽ ചെയ്യില്ല അല്ലേ നമ്മള്? ഇതൊക്കെ വെച്ചാൽ ഈ ഒരു മോഡൽ വണ്ടികളൊക്കെ നമ്മൾ വേറെ റീഫർബിഷ്മെന്റ് കാര്യങ്ങൾ ചെയ്യില്ല. ഇതൊക്കെ ആസ് ഇറ്റ് ഈസ് കണ്ടീഷൻ രീതിയിലാണ് കൊടുക്കുന്നത്. ഓടിച്ച് പഠിക്കാനും ലോക്കൽ ആവശ്യം അങ്ങനത്തെ പർപ്പസിന് പറ്റിയ വണ്ടികളാണ് ഇതൊക്കെ. ഓക്കെ, ഇതിന് ചോദിക്കുന്ന പ്രൈസ് 95,000 രൂപ. അപ്പൊ നമുക്ക് ഇതിൽ ചെറിയ മാറ്റം ഉണ്ടാവില്ലേ? ചെറിയ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും ഷോറൂമിലേക്ക് വരിക. വന്നിട്ട് നിങ്ങൾക്ക് വണ്ടിയെ ഓടിച്ചു നോക്കി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കി സംസാരിക്കുമ്പോൾ ചെറിയൊരു മാറ്റം നമുക്ക് വിലയിൽ ചെയ്തു തരാൻ പറ്റും. അടുത്തായിട്ട് ഇപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു വാഹനമാണ് മാരുതിയുടെ ബിഗ് വാഗനർ. നല്ലൊരു വാഹനമാണ്. ഈ മാസവും നമ്മുടെ സ്റ്റോക്ക് ഉള്ളത് അല്ലേ? ഡീറ്റെയിൽസ് ആണ്. ഇത് 2022 മോഡൽ വാഗനർ ZX എന്ന വേരിയന്റാണ്. ZX എന്ന് പറയുമ്പോൾ 1.2 ലിറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയന്റ്. 1200 cc 4 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. ഇത് നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്. 68,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. 68,000 പെട്രോൾ മാനുവലാണ്.
ഇത് നമുക്ക് ഇതിന് വാറണ്ടി വരുന്നുണ്ട്, 1 ഇയർ വാറണ്ടി, 3 ഫ്രീ സർവീസ് വരും. 3 ഫ്രീ സർവീസ് ഉണ്ട്. അപ്പോൾ ഇതിന്റെ കറക്റ്റ് കാര്യം പറയുകയാണെങ്കിൽ സർട്ടിഫിക്കറ്റ് വാഹനമായതുകൊണ്ട് തന്നെ നമുക്ക് ഈ വാറണ്ടിയും സർവീസും കൊടുക്കുന്നത് വണ്ടി ജെനുവിൻ കിലോമീറ്റർ ആയതുകൊണ്ട് വേറെ മേജർ ആക്സിഡന്റ് ഇല്ലാത്തതുകൊണ്ട് റീപ്ലേസും കാര്യങ്ങളൊന്നും വരാത്തതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ വാറണ്ടി ഒക്കെ കൊടുക്കുന്നത്. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 5,50,000 നമ്മൾ ചോദിക്കുന്ന പ്രൈസ്. നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും? ലോൺ ചെയ്യാൻ പറ്റും, 90% വരെ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ലോൺ ചെയ്യാൻ പറ്റും. വാഹനങ്ങൾ മാറ്റിയെടുക്കാനുള്ള സൗകര്യം എക്സ്ചേഞ്ച് ഓപ്ഷനും ഉണ്ട്. ഓക്കെ. ലൊക്കേഷൻ നമ്മുടെ ഷോറൂം വരെ തൃശ്ശൂർ ജില്ലയിൽ തൃപ്രയാറാണ്. ഓക്കെ.